ഗുഡ് മോർണിംഗ്. എന്നാണ് മക്കളെ വിശേഷമൊക്കെ? നമ്മൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞു. ഇനിയും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ലോസ് ഓഫ് എക്സ്പോണൻസ്. കുറേ 2-3 ഉണ്ട്. സിമ്പിളാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അന്നേരം ചെയ്ത് നമ്മളൊന്ന് പഠിക്കുക. ലോസ് ഓഫ് എക്സ്പോണൻസിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന മൾട്ടിപ്ലൈങ് പവേഴ്സ് വിത്ത് സെയിം ബേസ്. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഡിവിഷൻ, അങ്ങനെ നമുക്ക് പോകാം. അപ്പം പവേഴ്സ് വിത്ത് സെയിം ബേസ്. ഇപ്പം നമ്മളൊരു എക്സ്പോണന്റ് എഴുതി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എഴുതുവാണ് 10⁵ എന്ന് പറഞ്ഞാൽ 10 എന്താണ്? ബേസും, ഇതെന്താണ്? എക്സ്പോണന്റ്, അല്ലെങ്കിൽ ഇത് പവറാണ് ആണല്ലോ. അത് നിങ്ങൾക്കറിയാം. ഇത് പവർന്ന്, ഈ ഭാഗത്തിന് നമുക്ക് പവർ എന്ന് പറയാം. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, മൾട്ടിപ്ലൈങ് പവേഴ്സ് വിത്ത് പവേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ബേസ്, ബേസ് സെയിം ആയിരിക്കണം. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 2⁵2 × 2⁵3. ഇവിടെ ബേസ് 2 ടേം ഉണ്ട്. ഒന്ന് ഇത് 2⁵2, അടുത്ത് 2⁵3. ഇവിടെ രണ്ടിൻ്റെയും ബേസ് എന്താണ്? സെയിം തന്നെയല്ലേ. അപ്പൊ ഈ 2⁵2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 2 പ്രാവശ്യം ആണല്ലോ. അടുത്ത് ഇൻറ്റു 2⁵3 എന്ന് പറഞ്ഞാൽ എന്നാണ്? 2 3 ടൈംസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്ര 2 ഉണ്ട്? 1 2 3 4 5. അതായത് 2 എത്രയുണ്ട്? 5 ടൈംസ് ഉണ്ട്. നമുക്കതിനെ എന്നാന്ന് എഴുതാം? 2⁵5 എന്ന് എഴുതാം. മനസ്സിലായോ? നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ നോക്കാം. -3 the whole raised to 4 into -3 the whole raised to 3. ഈ കേസ് കണ്ടോ, ഇവിടുത്തെ ബേസ് രണ്ടും തന്നെയാണ്, സെയിം ആണ്. ഈ കേസിൽ എന്താണ്? ബേസ് സെയിം ആണ്, പവേഴ്സ് ഡിഫറെന്റ് ആണ്. അതായത് ഇവിടെ 4ഉം ഇവിടെ 3ഉം ആണ് പവർ. ഇവിടെ ബേസ് -3, ഇവിടെ ബേസ് -3. ഇതൊന്ന് ഞാൻ എഴുതാൻ പോവാണേ. -3⁴ എന്ന് പറഞ്ഞാൽ -3 എത്ര പ്രാവശ്യം? കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 4 പ്രാവശ്യം. ഇൻറ്റു ഇവിടെ -3 എത്ര പ്രാവശ്യം? 3 ടൈംസ്. അപ്പൊ ഇപ്പൊ എത്ര -3 ഉണ്ട്? 1 2 3 4 5 6 7. അപ്പം -3⁻7 ഇല്ല കേട്ടോ. സെയിം ആണ്, -3 ആണ് പവർ ചെയ്തിരിക്കുന്നത്. രണ്ടിടത്തും ബേസ് സെയിം ആണ്. -3 7 ടൈംസ് ഉണ്ടെന്ന്. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. a² × a⁴. a⁴2 അല്ലെങ്കിൽ a² എന്നല്ലേ പറയുന്നത്. a² എന്ന് പറഞ്ഞാൽ എന്താണ്? a 2 ടൈംസ് ഉണ്ടെന്ന്. a × a. ഓക്കെ, ഇവിടെ a⁴ എന്ന് പറഞ്ഞാൽ എന്നാ? a 4 ടൈംസ് ഉണ്ടെന്ന്. a × a × a × a. അപ്പൊ ഇപ്പൊ മൊത്തം എത്രയുണ്ട്? 1 2 3 4 5 6. അപ്പം a⁻6 എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇതിപ്പോ മനസ്സിലായല്ലോ. അപ്പം ഇത് ഇത്രയും ഇങ്ങനെ എഴുതി ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നോക്കി, ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? ഇവിടെ നോക്കി, ബേസ് സെയിം ആയപ്പോൾ നമുക്ക് കിട്ടുന്ന, അവർ രണ്ടുപേരും കൂടെ ഇൻറ്റു ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാല് നോക്കിയേ, ഈ പവർ തമ്മിൽ കൂട്ടുന്നതാണ്. ആണോ? നോക്കിയേ, ഇവിടെ നോക്കിയേ, 2⁵2 × 2⁵3 എന്ന് പറഞ്ഞാൽ ഈ പവർ നമുക്ക് എങ്ങനെ എഴുതാം? 2⁵, ഈ 2ഉം 3ഉം കൂടെ കൂട്ടിയപ്പോഴാണ് 2⁵5 എന്ന് വന്നത്. ആൻസറല്ലേ ഇവിടെ കിട്ടിയേക്കുന്നത്. കണ്ടോ? അതേപോലെ തന്നെ ഇവിടെ സെയിം അല്ലേ? നോക്കിയേ, ഈ ബേസ് സെയിം ആണ്, -3 അപ്പൊ പവേഴ്സ് തമ്മില്ല, 4ഉം 3ഉം. 4 3 7. അതാണ് ഇവിടെ കിട്ടിയത്. ഇവിടെ നോക്കിയേ, ഇവിടെ പവേഴ്സ് 2, ഇവിടെ പവർ 4 + 2 6. അതാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയത്. മനസ്സിലായോ? അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ. എന്താണ്? അതിനെ നമുക്ക് ചുരുക്കി ഒരു ലോയുടെ രൂപത്തിൽ എഴുതാം. അതാണ് a⁻m × a⁻n = a⁻m+n. ഇതാണ് ഫസ്റ്റ് ലോ. കാണാതെ പഠിക്കണം. ഇനി 2-3 എണ്ണം കൂടെ ഉണ്ട്. മനസ്സിലായത് എങ്ങനെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യം, ബേസ് സെയിം ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. സെയിം ആയിരിക്കണം. ഇവിടെ 2 എക്സ്പോണന്റ് ഉണ്ട്. ആ 2 എക്സ്പോണന്റെയും പവേഴ്സ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഡിഫറെന്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ബേസ് സെയിം ആണെങ്കിൽ നമുക്കതിൻ്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ബേസ് സെയിം ആണെങ്കിൽ അവരുടെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതാണ് a⁻m × a⁻n = a⁻m+n. പഠിച്ചല്ലോ. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. കുറെ എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ചെയ്ത് നമ്മൾ ഇതങ്ങ് പഠിക്കും. അപ്പം ഞാൻ നമ്മുടെ ഫസ്റ്റ് ലോയോട്ട് എഴുതിയിടുവാണ്. a⁻m ×
എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ ആണോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. -11 റേസ് ടു 2 ഇൻറ്റു -11 റേസ് ടു 6. ഇവിടെ നോക്കിയേ, ഇത് ഏത് ഫോമിൽ നമുക്ക് ഏത് അപ്ലൈ ചെയ്യാം? ഇത് എ റേസ് ടു കേട്ടോ, ബേസ് രണ്ടും സെയിം ആയി. ഇവിടെ കാൽക്കുലേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താണ് വന്നിരിക്കുന്നത്? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്നാണ് എ റേസ് ടു എം പ്ലസ് 1. അതായത് നമ്മുടെ ബേസ് എഴുതുക, റേസ് ടു പവർ തമ്മിൽ കൂട്ടുക, 2 + 6. അപ്പൊ എത്ര വരും? -11 റേസ് ടു 8. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ 11 8 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഇപ്പൊ ഇവിടെ പവേഴ്സ് ആയിട്ട് മാത്രം ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് അടുത്തൊന്ന് ചെയ്താലോ? b² ഇൻറ്റു bq. b² ഇൻറ്റു bq. ഇവിടെ നമ്മൾ ഏത് അപ്ലൈ ചെയ്യും? ഇവിടെ നോക്കിയേ, ബേസ് രണ്ടും സെയിം. അപ്പൊ ബേസ് അതുപോലെ എഴുതി, പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 2 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു b റേസ് ടു 5. എളുപ്പമല്ലേ? അടുത്ത് നോക്കിയേ, c റേസ് ടു 3 ഇൻറ്റു c റേസ് ടു 4. ഇതെങ്ങനെ വരാം? ബേസ് സെയിം ആണല്ലോ, അപ്പൊ ബേസ് അതുപോലെ എഴുതി, എന്നിട്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് 3 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു c റേസ് ടു 7. അടുത്ത നമുക്ക് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, d റേസ് ടു 10 ഇൻറ്റു d റേസ് ടു 20. അപ്പൊ എത്ര വരും? ബേസ് സെയിം ആണ്, അത് നോക്കണം. അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം, എന്നാലേ ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. ബേസ് സെയിം ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 10 + 20 ദാറ്റ് ഈസ് ഈക്വൽ ടു d റേസ് ടു 30. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ആണോ നോക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഡിവിഷന്റെ വരുന്നുണ്ട്, 2-3 വേറെ ലോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, എന്താണ് ബേസ് സെയിം ആണോ, ചെയ്ത കാൽക്കുലേഷൻ എന്താണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് പവേഴ്സ് തമ്മിൽ ബേസ് അതുപോലെ എടുത്ത് എഴുതിയിട്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഫോർമുല. ഇപ്പോഴേ പഠിച്ചേ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. നമുക്കൊരു 2-3 എക്സാമ്പിൾസ് കൂടെ ചെയ്യാം. കാരണം എക്സാമ്പിൾ കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങൾ അതങ്ങ് പഠിക്കും. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്, ട്രൈ ദീസ് എന്ന് പറഞ്ഞുള്ളതാണ്. ആദ്യത്തെ 2 റേസ് ടു 5 ഇൻറ്റു 2 റേസ് ടു 3. ആൻസർ പറ. ബേസ് സെയിം, 2 റേസ് ടു, പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു, 5 + 3 ബ്രാക്കറ്റ് ഇടുക കേട്ടോ പവേഴ്സ്, എന്നിട്ട് 2 റേസ് ടു 8. ശരിയല്ലേ? അടുത്ത p റേസ് ടു 3 ഇൻറ്റു p റേസ് ടു 2. ബേസ് സെയിം ആണോ നോക്കി? അതെ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ പവേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. p റേസ് ടു 5. നമ്മുടെ ഫോർമുല ഏതാണ്? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. എൻ്റെ കൂടെ പറ, പഠിച്ചോളൂ കേട്ടോ. അതിനുവേണ്ടി പ്രത്യേകം സമയം മെനക്കെടുത്തണ്ട. ഈ പ്രോബ്ലം കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് പഠിക്കും. 4 റേസ് ടു 3 ഇൻറ്റു 4 റേസ് ടു 2 ഇസ് ഈക്വൽ ടു, ബേസ് സെയിം, ബേസ് അതുപോലെ എഴുതി, 3 + 2 പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 റേസ് ടു 5. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, എ റേസ് ടു 3 ഇൻറ്റു എ റേസ് ടു 2 ഇൻറ്റു എ റേസ് ടു 7. ഇവിടെ ബേസ് അല്ല, ഇപ്പൊ 2 മാത്രമല്ല, 3 ഉണ്ടെങ്കിലും നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. ആദ്യം ഏത് ചെയ്യുക? വേണമെങ്കിൽ ഇത് 2 ആദ്യം നമുക്ക് ചെയ്യാം. അപ്പൊ എന്നാ വരും? എ റേസ് ടു, ഇതിപ്പോ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്നല്ലേ. അപ്പൊ എന്നാ എഴുതും? എ റേസ് ടു എം പ്ലസ് എൻ ഇൻറ്റു എ റേസ് ടു 7 ആണല്ലോ, ഇസ് ഈക്വൽ ടു, ഇപ്പൊ എന്നാ വന്നു? എ റേസ് ടു 5 ഇൻറ്റു എ റേസ് ടു 7. ഇത് പിന്നെ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്നുള്ളതാണ്. അപ്പൊ എന്നാ വരും? എ റേസ് ടു 5 + 7 ഇസ് ഈക്വൽ ടു എ റേസ് ടു 12. മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ കൂട്ടാം. എങ്ങനെയാ? 3 + 2 + 7. കാരണം ബേസ് എല്ലാം സെയിം ആണ്. ഇനി അങ്ങനല്ല, നിങ്ങൾ ഈ 2 വീതം ഈ ഫോർമുല തന്നെ അപ്ലൈ ചെയ്ത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് മാത്രം അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആദ്യം ഇത് 2 എടുക്കുക, അത് ചെയ്യുക. അതിൻ്റെ കൂടെ അതിന്റെ ആൻസർ കിട്ടുമല്ലോ, എത്ര കിട്ടി? എ റേസ് ടു 5 എന്ന് കിട്ടി. അതിന്റെ കൂടെ എ റേസ് ടു 7 കൂടെ ഇട്ട് സെയിം ഫോർമുല തന്നെ, ഏത്? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ എന്നുള്ള ഫോർമുല ആയിട്ട് ആ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഈ പ്രോബ്ലംസ് എല്ലാം മക്കളെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകത്തുള്ളേ. ആ ചെയ്യാനുള്ള, നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് വരാനുള്ള ഒരു മടുപ്പുണ്ടല്ലോ, ഇല്ല ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ, അതങ്ങ് മാറിക്കോളും.
കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പം ഈസിയാണ് കേട്ടോ. ഇവിടെ അത് തന്നെ സെയിം ആണ്, ബേസ് എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആദ്യം 5 ഇത് രണ്ടും എടുക്കാം. a/m × a എന്നുള്ളത്. അപ്പോൾ എന്താണ് 5/3 + 7 അത് ചെയ്യുക. അതിൻ്റെ കൂടെ 5/12 കൂടെ ചെയ്യുക. ഇത് എത്ര വരും? 5/10 7 3 10 × 5/12 വന്നു. പിന്നെ നമ്മുടെ a/m × a/n എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്ത് 5/10 + 12 = 5/22. കേട്ടോ, എളുപ്പമല്ലേ? പഠിച്ചല്ലോ നിങ്ങൾ, എനിക്കറിയാം നിങ്ങളിപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞു. a/m × a/n = a/m + n. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പോൾ നിങ്ങൾ കൂട്ടത്തിൽ അങ്ങ് പഠിക്കും. സോറി, -4/100 × -4/20. പവർ എത്ര വേണേലും വന്നോട്ടെ, 100 1000 എന്ത് വേണേലും വന്നോട്ടെ, നമ്മൾ ബേസ് സെയിം ആണോ എന്ന് നോക്കിയിട്ട് ബേസ് അതുപോലെ എഴുതിയിട്ട് നമ്മുടെ ഫോർമുല ആയിട്ടുള്ള a/m × a/n = a/m + n 120. ഇതാണ് നമ്മുടെ ലോസ് ഓഫ് എക്സ്പോണൻസിലെ ഫസ്റ്റ് ലോ. a/m × a/n = a/m + n. ഞാനിപ്പോൾ ഒരു 10 തവണയെങ്കിലും ഫോർമുല റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, നിങ്ങൾ പഠിച്ചില്ലേ? അങ്ങനെയാ. ഓക്കെ മക്കളെ, എല്ലാവരും പ്രോബ്ലംസ് ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.